വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 16 വരെ. യേശു 12 ശിഷ്യന്മാരെ അയച്ച് അവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുക. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു പറയുക. രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക. നിങ്ങളുടെ മടിശീലകളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ വഴിക്ക് പൊക്കണമോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത്. എന്തുകൊണ്ടെന്നാൽ വേലക്കാരൻ എന്റെ ആഹാരത്തിന് യോഗ്യനാണല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിക്കുക. അവിടുന്ന് പുറപ്പെടുവോളം അവിടെ തന്നെ താമസിക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിനെ സമാധാനം ചൊല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, അയോഗ്യമെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനം കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. സത്യമായിട്ട് ഞാൻ പറയുന്നു, ന്യായ ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് ആശ്വാസമുണ്ടാകും. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുക. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 2-ാം ഞായറാഴ്ച വായിക്കേണ്ട വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേർഭാഗം വായിച്ചിരിക്കുന്നു. നമുക്ക് ഏതാനും മിനിറ്റുകളിൽ ഇരുന്ന് സ്വയപരിശോധന നടത്തിയിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 16 വരെയുള്ള ഈ വേദഭാഗം പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം നമ്മൾ വായിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? പരിശുദ്ധാത്മ നിറവിൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ മനുഷ്യപുത്രരായ ശിഷ്യരെ കൂടെ ഇരുത്തി അവർക്ക് പരിശീലനം കൊടുത്തതിന് ശേഷം സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഗുരുവിനെ ശിഷ്യരുടെ വേലയ്ക്കുള്ള പരിശീലനത്തിനായിട്ട് അയക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ശിഷ്യരെ മലയിൽ ഇരുന്നുകൊണ്ട് വിളിച്ച് കൂടെ ഇരുത്തുന്ന രംഗം നമ്മൾ കാണുന്നു. അനന്തരം യേശു മലയിൽ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോൾ കർത്താവിന് തന്റെ വചനം കേൾക്കാൻ വരുന്നവരിൽ 2 ഇനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. തനിക്ക് ഇഷ്ടമുള്ളവരും തനിക്ക് ഇഷ്ടമില്ലാത്തവരും. എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടാൻ ഒക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. ഒരു വീട്ടിൽ തന്നെയാണ് ഓരോ മാതാപിതാക്കൾക്ക് പിറക്കുന്ന പിള്ളേരാണെങ്കിലും മക്കളാണെങ്കിലും അവിടെയും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇഷ്ടപുത്രനും ഇഷ്ടപുത്രിയും, അനിഷ്ടപുത്രനും അനിഷ്ടപുത്രിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് മണ്ഡലങ്ങളിലും എവിടെയും ഇങ്ങനെ ഒരു വേർതിരിവ് കാണാൻ സാധിക്കുന്നു. അതിനെന്താണ് കാരണം? ഈ ലോകത്തിൽ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെങ്കിലും എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തോടുള്ള മനുഷ്യരുടെ ഇഷ്ടവും വിഭിന്നമാണ്. എന്താ അതിന്റെ കാരണം? നമ്മൾ ഏത് ആത്മാവിന് അധീനരായിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നത്. പിതാവിന് ആരെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല, വെറുക്കണമെന്ന് ആഗ്രഹമില്ല. മഹാമനസ്കനാണ്, സൽഗുണപൂർണ്ണനാണ്, എല്ലാവരെയും തീറ്റിപ്പുപറ്റി വളർത്താൻ ആഗ്രഹിക്കുന്ന മഹാമനസ്കനായ ഒരു പിതാവിനും ചിലരോട് ആകർഷണം, ചിലരോട് ആകർഷണമില്ല. ചിലരോട് ശത്രുതയുണ്ടെന്നാണ് പറയുന്നത്. സ്നേഹവാനായ ദൈവത്തിന് പോലും ശത്രുതയുള്ളത് ആരോടാണ്? പിതാവിന് അവരോട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് 1 യോഹന്നാൻ 2:15-16 വാക്യങ്ങളിൽ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിച്ചാൽ അവരിൽ പിതാവിന് സ്നേഹമില്ലെന്നാണ് പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാവരോടും സ്നേഹമുണ്ടെന്നും എഴുതിയിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തുള്ള സകലരോടും പക്ഷാഭേദമില്ലാതെ തന്റെ സ്നേഹം കാണിക്കാൻ തന്റെ പുത്രനെ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ആ പുത്രനെ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിന് അനുസരിച്ച് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം കുറയാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ ദൈവം അവസരങ്ങൾ നൽകുന്നു. പക്ഷെ നമ്മൾ ആ അവസരം ദുർവിനിയോഗം ചെയ്താൽ ആ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു പോകും. ദൈവത്തിന്റെ പ്രീതിയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെയും കൃപയുടെയും ദാനങ്ങളുടെയും എല്ലാം നമ്മുടെ പ്രയോഗം എങ്ങനെ ഇരിക്കുന്നു? അത് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം കുറച്ചു കളയാനോ കിട്ടിയ പ്രീതി നഷ്ടപ്പെടാനോ സാധ്യതയുള്ള
ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുക, പിതാവിന് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ നമ്മളുണ്ടോ? ആ പിതാവിന്റെ സ്നേഹം കുറയ്ക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ എന്നിലുണ്ടോ? അത് നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ നമുക്ക് വേണമെങ്കിൽ മടങ്ങി ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാനും സാധ്യതയുണ്ട്. ലോകത്തെ മുഴുവൻ സ്നേഹിച്ച് ലോകം മുഴുവൻ പിശാചിന്റെ അടിമയിൽ കിടക്കുമ്പോൾ ആ ലോകത്തെ രക്ഷിക്കുവാൻ ഒരാൾ ലോകത്തിനു വേണ്ടി മരിക്കേണ്ട ആവശ്യമുണ്ട്, ബലിയാകേണ്ട കാര്യമുണ്ട്, അവിടെ പാപശാപങ്ങൾ വഹിക്കേണ്ട ഒരാളുണ്ട്. ആളിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായിട്ടാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ ആ ലോകത്തിന് പുത്രനെ നൽകുന്ന ആ സ്നേഹം കുറെ കഴിയുമ്പോൾ മാറുന്നു. ഇവിടെ ഇതാ ലോകത്തെ രക്ഷിക്കാൻ വന്ന യേശു, ലോകത്തോട് മുഴുവൻ സ്നേഹത്തിന്റെ പഠനത്തിനായി പിതാവിനാൽ അയക്കപ്പെട്ട യേശു തന്റെ അടുക്കൽ വന്ന ആയിരക്കണക്കിന് പേർ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ 12 പേരെ മാത്രം വിളിച്ചുകൊണ്ട് മലയിലോട്ട് കയറി പോകുന്നു. ഇത് എല്ലാവരെയും ശിഷ്യരാക്കാനാണ് കർത്താവ് വന്നത്. കർത്താവ് അവസാനം പറഞ്ഞ എല്ലാവരും ശിഷ്യരാക്കണമെന്നുമാണ്. അപ്പൊ എല്ലാവരെയും രക്ഷിക്കുവാനും എല്ലാവരെയും ശിഷ്യരാക്കുവാനും എല്ലാവരെയും ശിഷ്യരാക്കണമെന്ന് പഠിപ്പിക്കുവാനും വന്ന യേശുദാ 12 പേരെ മാത്രം കൊണ്ടെടുക്കുന്നു. എന്നിട്ട് അവരെയും കൊണ്ട് വേർതിരിച്ച് മലയിലോട്ട് കയറി പോകുന്നു. ജനങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്നു. എന്താ അതിന്റെ കാരണം? ഈ ആയിരക്കണക്കിന് പേർക്ക് കിട്ടിയതായ ഈ വചനത്തെ അവർ 1000 തരത്തിലാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. അതിൽ കേൾക്കാൻ ചെവിയുള്ളവർ വളരെ ചുരുക്കമായിരുന്നു. അവരാഗ്രഹിച്ച ചില കാര്യങ്ങൾ കേട്ടിട്ട് അവർ പോയി. അവർക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ കേൾക്കാതെ അവർ കളഞ്ഞിട്ട് പോയി. യേശു എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാക്കാനോ തിരിച്ചു ചോദിക്കാനോ അത് വിശദീകരിക്കാനോ അറിയാൻ കഴിയാതെ ഒരു കൂട്ടർ പിരിഞ്ഞു പോകുന്നു. 12 പേരെ കർത്താവ് തന്റെ കൂടെ ഇരുന്നു. അതിനാരാ ഉത്തരവാദി? യേശുവാണോ ദൈവമാണോ? അവരവർ തന്നെ ഉത്തരവാദി. നമുക്ക് ആദ്യം കിട്ടിയതായ കൃപയും അനുഗ്രഹവും സ്നേഹവും ഇഷ്ടവും കളഞ്ഞു വിളിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മളത് അറിയണമെന്നില്ല. ഇങ്ങനെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു കൂട്ടർ 12 പേര് മാത്രം കർത്താവിന്റെ ഇഷ്ടത്തിന്റെ ലിസ്റ്റിൽപ്പെടുന്നു. ബാക്കിയുള്ളവരെല്ലാം പിരിഞ്ഞു പോകുന്നു. അങ്ങനെ കർത്താവിന്റെ ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്ന് പിന്നെയും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ 12 പേരിൽ 3 പേരെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് മരുഭൂമലയിലേക്ക് കയറി പോകുന്നു. 9 പേര് തള്ളപ്പെട്ടു. ഇങ്ങനെ വിളിയുണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പിൽ തള്ളപ്പെടുന്നവരുണ്ടാകാം. സ്കൂളിലൊക്കെയുള്ള കസേരകളിൽ എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. കസേരകളിൽ ഓരോ പ്രാവശ്യവും ഓരോ റൗണ്ട് കഴിയുമ്പോൾ ഓരോരുത്തർ തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കും. 10 കസേരയും കാണും, 12 പിള്ളേരും കാണും, അല്ലെങ്കിൽ 11 പിള്ളേരും കാണും. മണിയടി നിർത്തുമ്പോൾ കുറെ പേർ കസേര കിട്ടും, ഒരാൾ വെളിയിലാവും, അവർ പോകാം. ദൈവസ്നേഹത്തിന്റെ കസേരയിൽ, ദൈവസ്നേഹത്തിന്റെ ആ വലയത്തിൽ പിടിച്ചു നിൽക്കണം. ഒരു പോരാട്ടം വേണമെന്ന് അതിന്റെ അർത്ഥം. ഈ ഓരോ ശുശ്രൂഷയും കഴിയുമ്പോൾ, ഓരോ ജ്ഞാനവും ഓരോ ആരാധനയും ഓരോ പരിപാടിയും കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടർ ഇഷ്ടപ്പെട്ടവരുടെ സർക്കിളിലേക്ക് കയറും, വേറൊരു കൂട്ടർ അനിഷ്ടയുടെ സർക്കിളിൽ തള്ളപ്പെടും. ഈ ഒരു പരിപാടിയിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ പിതാവിന്റെ ശത്രുവായ പിശാച് വളരെ വിദഗ്ധമായ രീതിയിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളൊന്ന് പഠിക്കേണ്ട കാര്യം. ഇങ്ങനെ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് 12 പേരെ മാത്രം അടുക്കിലേക്ക് വിളിച്ചു. ഇഷ്ടപ്പെട്ടവരെ വിളിച്ചോളെന്നാ പറയും. ബാക്കിയുള്ളവർക്ക് ആർക്കും യേശുവിന്റെ ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ പെടാനൊത്തില്ല. പിതാവിന് അവരോട് ഇഷ്ടം തോന്നിയിട്ടാണ് ഈ പൊട്ടനെ അവർക്ക് എല്ലാം കൂടി ഒരുപോലെ കൊടുത്തതാണ്. പക്ഷെ അന്നേരം തൊട്ട് വേർതിരിവ് ഉണ്ടാകുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടവർ 12 പേര് കൂടെ ഇരിക്കുന്നു. അവർ തന്റെ അടുക്കൽ ചെന്നു. അവനോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും അധികാരമുള്ളവരാകേണ്ടതിന് 12 പേരെ തെരഞ്ഞെടുത്തു. ആ 12 പേരെ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞയക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ മത്തായി 10:5 മുതൽ 16 വരെ 12 ശിഷ്യന്മാരെ അയച്ചു, അവരോട് ആജ്ഞാപിച്ചു. അപ്പോൾ ഈ 12 പേരെ അയക്കുമ്പോൾ 12 പേരിൽ ഒരുപോലെയാ ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. അതെ, ഇനി ഇഷ്ടത്തിന്റെ ഡിഗ്രി പറയാൻ പോവാ. ഓരോരുത്തർക്ക് ടെസ്റ്റ് വെക്കുക. 12 പേരെ ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അവർക്ക് 12 പേർക്കും ജോലി കൊടുത്തു വിടുക, 2 പേരായിട്ട് പോവുക. അപ്പോൾ അവർക്ക് പോകുന്ന വഴിയിൽ ഓരോ വ്യവസ്ഥകൾ വെക്കുന്നുണ്ട്, വ്യവസ്ഥകളും കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. ഈ 12 പേരെ അയക്കുമ്പോൾ പറയുന്ന വ്യവസ്ഥകളായിരുന്നു വായിച്ചത് മുഴുവൻ. 1, ജാതി തലത്തിൽ പോവല്ലേ, ശമയുടെ വട്ടത്തിൽ കടക്കല്ലേ. അപ്പോൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ എല്ലാവരെയും രക്ഷിക്കാനാണ് വന്നെങ്കിലും
എല്ലാ ജാതികളെയും രക്ഷിക്കാനും പരിപാടി ഉണ്ടെങ്കിലും ശമരിയാപട്ടണത്തെയും കർത്താവ് രക്ഷിക്കാൻ പരിപാടി ഉണ്ടെങ്കിലും ശിഷ്യന്മാരെ അങ്ങോട്ട് വിടുന്നില്ല. എന്താ കാര്യം? അവിടെ കർത്താവിന്റെ പക്ഷാഭേദം. എന്താ കാരണം? ഇവരോട് വെറുപ്പുണ്ടായിട്ടില്ല, അവരെ രക്ഷിക്കാനോ അവരെ പരിചരിക്കാനോ സമയമായിട്ടില്ല. അതുകൊണ്ട് മുൻഗണനാക്രമം അവിടെ വരികയാണ്. കാരണം യേശുവിന് ഇഷ്ടപ്പെട്ട ഈ 12 ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചെടുക്കണമെങ്കിൽ അവരുടെ കഴിവും കഴിവുകേടും കർത്താവിനറിയാം. അവരുടെ ബലഹീനതകൾ അറിയാം, പരിമിതികൾ അറിയാം, അവിടെ അജ്ഞത അറിയാം, അവിടെ മുൻവിധികൾ അറിയാം, അവിടെ അന്ധതകൾ അറിയാം, മൂഢതകൾ, ഇതെല്ലാം അറിയാം. ഇതെല്ലാം അറിയാവുന്ന ഗുരു ഇവർക്ക് വഹിക്കാവുന്നതും സഹിക്കാവുന്നതും ദഹിക്കുന്നതുമായ കാര്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ പരിജ്ഞാനമാണ് കർത്താവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കണമെങ്കിൽ ജാതികളിലേക്ക് അവരെ വിട്ട് അവർ തിരികെ വരികയെന്നറിയാം. ജാതികൾ ഇവരെ അടിച്ചുകൊണ്ട് പോകും. ശമരിയാപട്ടണത്തിൽ പോയാൽ ശമരിയാസ്ത്രീ ചിലപ്പോൾ ഇവർ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അവരൊക്കെ ഇങ്ങനെ അനേകരെ വശീകരിച്ചും തകർത്ത് നടക്കുന്നൊരു കാലം അതിനെ കർത്താവ് അംഗീകരിക്കുന്നു. അവരെ ഭരിക്കുന്ന 5 ദേവന്മാർ, ശമരിയാപട്ടണത്തിൽ 5 ദേവന്മാർക്ക് വലിയ സ്ഥാനമാണ്. അവരെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ തള്ളപ്പെട്ടവർ മാത്രമുള്ള സ്ഥലമാണ്, മാന്യന്മാര് പോകാത്തൊരു സ്ഥലമാണ്. അവിടെ സങ്കരവർഗമാണ്, വംശശുദ്ധിയില്ല, യഹൂദന്മാരവിടെ തിരിഞ്ഞു നോക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു വൃത്തികെട്ട താണജാതിക്കാരും സങ്കരവർഗക്കാരുമുള്ള ശമരിയാപട്ടണത്തിൽ ഈ ശിഷ്യന്മാർ പോയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ല. അവര് ദൈവരാജ്യ കോളേജിൽ നിന്ന് അവർ മിസ്സായി പോകും, നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഇപ്പൊ ശമരിക്ക് പോകണ്ട, ജാതിയിലെത്തും പോകണ്ട. അത് നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട ശേഷം, പെന്തിക്കോസ്തിക്ക് ശേഷം ഇവിടെയൊക്കെ നിങ്ങൾ പോകേണ്ടി വരും. അതിനു മുമ്പേ പഠിച്ചോണം. അപ്പൊ ജാതികളുടെയും ശമര്യരുടെയും അടുക്കൽ പോകണമെങ്കിൽ യേശുവിനെ പോലെ ആകണം. യേശു ഇങ്ങനെയുള്ള ജാതികളുടെ അടുത്തേക്കാണ് വന്നത്. യേശു ഇങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്നാ പ്രസംഗിച്ചത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് 12 പേരെ എടുത്തത്. കർത്താവിന് ആ ഇനം തിരിക്കാനും ബഹുതിരി ഉണ്ടായി അവരെ പ്രയോജനപ്പെടുത്താനുള്ള തിന്മയത്തിൽ തന്നേൽക്കാനുള്ള തന്നേടം കിട്ടിയിട്ട് കർത്താവ് പരിപാടി തുടങ്ങിയത്. ശിഷ്യരാ ആ കോഴ്സ് തുടങ്ങി.